കൊലപാതകം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികളായ ക്വട്ടേഷൻ സംഘം വയനാട്ടിൽ അറസ്റ്റിലായി. എറണാകുളം സ്വദേശികളായ ജിത്തു ഷാജി, അലൻ ആന്റണി, ജിതിൻ സോമൻ, രോഹിത് രവി എന്നിവരാണ് അറസ്റ്റിലായത്. കൊലപാതകത്തിന് പുറമെ വധശ്രമം, മോഷണം ഉൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് ഇവർ. സുർജിത് അയ്യപ്പത്ത് ഉണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. സുർജിത്ത്, ഈ ക്വട്ടേഷൻ സംഘം വയനാട്ടിൽ എവിടെ വെച്ചാണ് അറസ്റ്റിലായത്? അറസ്റ്റിലാകാൻ ഇടയായ സാഹചര്യം എന്താണ്? ഗോപി, പിടിയിലായവരൊന്നും ചെറിയ പുള്ളികളല്ല എന്നുള്ളതാണ് പോലീസ് പങ്കുവെക്കുന്ന വിവരം. വധശ്രമം, അതോടൊപ്പം തന്നെ കൊലപാതകം, കവർച്ച, ഒപ്പം മോഷണം ഉൾപ്പെടെ ആക്രമിച്ച് കവർച്ച, മോഷണം ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ. പുലർച്ചെ ലക്കിടി ഗേറ്റിനടുത്ത് വെച്ചാണ് അസാധാരണമായ സാഹചര്യത്തിൽ, ദുരൂഹ സാഹചര്യത്തിൽ ഈ സംഘത്തെ പോലീസ് കാണുന്നത്. ഇവരെ ചോദ്യം ചെയ്തു. ആദ്യഘട്ടത്തിൽ ചോദിച്ചപ്പോൾ മഞ്ഞു കൊള്ളാൻ വന്നതാണ് എന്നുള്ള മറുപടിയാണ് ഇവർ പറഞ്ഞത്. അതിനുശേഷം ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് വിശദമായി ചോദ്യം ചെയ്തു. ആ ചോദ്യത്തിൽ നിന്നും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായി. ഇതേ തുടർന്ന് ഏതെങ്കിലും ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടവരാണോ എന്നുള്ള പോലീസ് ചോദിച്ചു. പക്ഷേ അങ്ങനെ ഒരു ക്രിമിനൽ കേസും തങ്ങൾക്കെതിരെ ഇല്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. ഇത് തുടർന്ന് ഇവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇവർ വധം, അതായത് കൊലപാതക ശ്രമം, കവർച്ച, ഈ മോഷണം ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിലെ പ്രതികളാണ് എന്നുള്ള കാര്യത്തിൽ പോലീസിന് വ്യക്തത വന്നിരിക്കുന്നത്. മംഗലാപുരം ബൽത്തങ്ങാടിയിൽ സ്റ്റേഷനിൽ കൊലപാതക കേസിൽ ഉൾപ്പെട്ട ആളുണ്ട്. അതോടൊപ്പം തന്നെ കളമശ്ശേരി, എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ, തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ, ഈ മീനങ്ങാടി, വയനാട് ജില്ലയിലെ മീനങ്ങാടി പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിൽ നിരവധി കേസുകളിലെ പ്രതികളായിട്ടുള്ള ആളുകളെയാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇവരെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിൽ എത്തിയതിന് പിന്നിൽ എന്തോ തരത്തിലുള്ള ഒരു കൊട്ടേഷന്റെ ഭാഗമായി എത്തിയതാണെന്ന തരത്തിലുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ കവർച്ചയാണോ ഉദ്ദേശിക്കുന്നത്, അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മറ്റ് പ്രവർത്തനങ്ങളാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. വൈത്തിരി പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഗോപി, ശരി. സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത് വയനാട് നിന്ന്.